കെ ബാലൻ, നിങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചിരിക്കുന്നു. പക്ഷേ ഇതേ രീതിയിൽ അല്ലെങ്കിൽ ഇതിലും അപ്പുറം ഇങ്ങനെയൊന്നുമല്ല അതിരൂക്ഷമായ പ്രതികരണങ്ങൾ, വർഗീയ പരാമർശങ്ങൾ ഇവിടെ യഥേഷ്ടം നടത്തിക്കൊണ്ട് ഒരാൾ നടക്കുന്നുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ. നിങ്ങൾ എന്താണ് അദ്ദേഹത്തെ വിമർശിക്കാത്തത്, അദ്ദേഹത്തിന് നടപടിയെടുക്കാത്തത്, വർഗീയ പ്രസംഗത്തിൽ കേസെടുക്കാത്തത്? എന്നോടാണോ? അതെ. വള്ളാപ്പള്ളി പറയുന്നത് എല്ലാറ്റിനോടും CPI യോജിച്ചിട്ടില്ല. യോജിക്കാത്ത കാര്യങ്ങൾ പറയുമ്പോൾ പൊതുവേദിയിൽ വെച്ച് തന്നെ ഞങ്ങൾക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്ന് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്ത് വികട സരസ്വതി വായിൽ നിന്ന് വരുന്നോ? ഇങ്ങനെയാണോ സ്നേഹത്തിൽ ഉപദേശം കൊടുക്കേണ്ട പ്രയോഗങ്ങളാണോ അദ്ദേഹം നടത്തുന്നത്? ശക്തമായ ഭാഷയിൽ തന്നെ പിണറായി വിമർശിച്ചിട്ടുണ്ട്, VS വിമർശിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും വിമർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും പറ്റില്ല. പക്ഷെ അദ്ദേഹം എല്ലാ ദിവസവും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നേ. അതെ അതെ, ഞാൻ പറയട്ടെ, ഈ പ്രശ്നം ഈ ഒറീസയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ? ഇന്ത്യ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള സംഘപരിവാറിന്റെ വജ്രംഗദളിന്റെ സമീപനം എന്താ? എത്ര രൂക്ഷമാണ്, ഇന്റൻസിഫൈ ചെയ്തിരിക്കുന്നു സാഹചര്യത്തെ. ആ സമയത്താണ് ഈ രൂപത്തിലുള്ള ചില പരാമർശങ്ങൾ അവർ നടത്തുന്നത്. അതിനോടാണ് വിയോജിപ്പ്. ശരി, ആ വിയോജിപ്പ് വ്യക്തമാക്കുന്നു. ഒന്ന് പറഞ്ഞോട്ടെ. ശരി, ശ്രീ ഫിലിപ്പ് കവീൽ വേഗം ഒന്ന് പറയാമോ? എനിക്ക് ശ്രീ ശ്രീകുമാറിലേക്ക് കൂടി പോകണം. അങ്ങ് പറഞ്ഞതിന് അദ്ദേഹം കൈപൊക്കുന്നുണ്ടായിരുന്നു. ശ്രീ എ കെ ബാലൻ സാറ് പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. അതായത് ഈ RSSന്റെ തത്വശാസ്ത്രത്തെ ഒന്ന് ഞങ്ങൾ അംഗീകരിക്കുന്നത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതായത് ഞാൻ തന്നെ എൻ്റെ ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് അത് എഴുതിയിട്ടുണ്ട്. വിഭജനത്തിൻ്റെ, വെറുപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ പ്രചാരകരായിട്ടുള്ള ഒരു വ്യക്തികളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇവിടെ മതന്യൂനപക്ഷങ്ങൾ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, മുസ്ലിങ്ങൾ, മറ്റ് മതന്യൂനപക്ഷങ്ങൾ, അവരുടെയൊക്കെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നാണ് പറഞ്ഞത്. മതത്തിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്താൻ പാടില്ല. അത് ക്രിസ്ത്യാനിയാകട്ടെ മുസ്ലിം ആകട്ടെ. ഇവിടെ എല്ലാവർക്കും തുല്യ അവകാശമാണ്. ഇന്ത്യൻ പൗരന് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് തുല്യ അവകാശമാണുള്ളത്. അവിടെ ഉത്തരേന്ത്യയിലായതുകൊണ്ട് മതന്യൂനപക്ഷങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുന്നത് ശരിയല്ല. ആ കാര്യം ശ്രീ എ കെ ബാലൻ പറഞ്ഞതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഞങ്ങൾ ഇത് ഇപ്പം പറഞ്ഞു വന്നിട്ട് വാദി പ്രതിയായെന്ന് പറഞ്ഞ പോലെയല്ലോ. പാമ്പ്ളാനി പിതാവ് ഇവിടെ RSSന്റെ ആശയങ്ങളെ ഒന്നും അംഗീകരിക്കുകയോ ഏറ്റുപറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. വ്യക്തിപരമായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും ഈ കാര്യത്തിൽ, ഈ പ്രത്യേക കാര്യത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയുന്നത്. പൊതുവായിട്ട് ആരുടെയും BJPയുടെ കക്ഷത്തിൽ കൊണ്ട് ഞങ്ങളുടെ തലയൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല. അതൊന്നും പറഞ്ഞ ആരും അങ്ങനെ മാറ്റി പറയാൻ പാടില്ല. അങ്ങ് പറഞ്ഞതിനോട് ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.